പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. ഇതൊക്കെ കേട്ടതൊന്നും ആരെങ്കിലും മരിച്ചു പോയത് ഇതല്ല. NDA 108 ഇത് വെള്ളം കുടിക്കുക. എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ഇഞ്ചോടിഞ്ചായിരുന്നുള്ള പോയി 110 പോയി. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് തന്നെ 2 സീറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സീറ്റ് അല്ല. 5 കിടക്കാണല്ലോ. താഴെ 5 കിടക്കാണല്ലോ. കാശ്മീർക്കൊന്ന് കരയണമെന്ന് തോന്നുന്നു. 160 കരച്ചിലല്ലേ എവിടെ നമ്മൾ എന്റെ അമ്മു കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. BJP ജയിക്കുമ്പോൾ ആദ്യം എന്താ പറഞ്ഞിരുന്നത്? BJP ജയിച്ചപ്പോൾ വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞു. വോട്ടിംഗ് മെഷീനിൽ എവിടെ കുത്തിയാലും താമര വരുന്നു, ഭയങ്കര പ്രശ്നം. അത് കഴിഞ്ഞ് കോൺഗ്രസ് ജയിച്ചപ്പോൾ ആ വോട്ടിംഗ് മെഷീൻ മാറ്റിവെച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കുകയാണ്. അപ്പോൾ പിന്നെ കർണാടകയിലും മറ്റു പല സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചപ്പോൾ ആ ആരോപണം മാറി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആരോപണം വന്നു. ഈ ഇലക്ഷൻ സമയത്ത് 5 മണിക്ക് ശേഷം ആളുകളെ കൊണ്ടുപോയി കുത്തി നിറച്ച് മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിവാദമുണ്ടാക്കി അവിടെ BJPയെ ജയിപ്പിച്ചു. പക്ഷേ വസ്തുനിഷ്ഠമായ വിശകലനം സുപ്രീം കോടതി നടത്തി അത് തള്ളിക്കളഞ്ഞു. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം കൊണ്ടുവന്നയാൾ തന്നെ അത് നിഷേധിച്ചു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ഇപ്പോൾ വോട്ട് ചോരി ആരോപണമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, യാഥാർത്ഥ്യം അറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയമാണെങ്കിലും ആരുടെ വിജയമാണെങ്കിലും വോട്ട് ചോരി കൊണ്ടൊന്നും ഒരിക്കലും വിജയം ഉണ്ടാക്കാൻ കഴിയില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഹരിയാനയിലെ വോട്ട് ചോരി വിവാദത്തിൽ ഇവിടുത്തെ ചില മാധ്യമപ്രവർത്തകർ, ഏഷ്യാനെറ്റ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചില മാധ്യമപ്രവർത്തകർ കൃത്യമായി അന്വേഷണം നടത്തി പോയപ്പോൾ 66 വോട്ടുള്ള വീട്ടുകാർ നിരന്നിരുന്ന് ഞങ്ങളുടെയാണ് വോട്ടെന്ന് പറഞ്ഞത്. ആ മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ്സുകാരാണ്. അങ്ങനെയാണെങ്കിൽ 66ഉം കോൺഗ്രസിനായിരിക്കണം കുത്തിയത്. ഒരു ലോജിക്കില്ലാത്ത ആരോപണമല്ലേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ബാലിശമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം സിമ്പിളായിട്ട് ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ ഗോപകുമാർ സാർ, അദ്ദേഹം ഒരു അനാലിസിസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു റിയാലിറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ ആ അഭിപ്രായം എത്രയോ ദിവസം മുമ്പ് പങ്കുവെച്ചു. അതുതന്നെയല്ലേ യാഥാർത്ഥ്യമായത്? അതിൽ വോട്ട് ചോരിയില്ലല്ലോ. ഇനി 2, ഈ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേ, ആ സർവേയിൽ വോട്ട് ചോരിയുണ്ടോ? ഇല്ലല്ലോ. ആ സർവേയിൽ എല്ലാ സർവേയിലും BJP അല്ലേ വന്നത്. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലത് ചെയ്യുന്നതിൻ്റെ കൂടെ ഇന്ത്യയിലെ ജനങ്ങളുണ്ടാവും. ഇപ്പോൾ അടിയന്തരാവസ്ഥ വന്ന സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ, ഈ കേരളം ഒഴിച്ച് ഇന്ത്യയിലെ മുഴുവൻ സ്ഥലത്തും മാറ്റം ഉണ്ടായില്ലേ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ? അപ്പോൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന സർക്കാരുണ്ടെങ്കിൽ, ജനസേവനം നടത്തുന്ന സർക്കാരിൻ്റെ കൂടെ ആൾക്കാർ നിൽക്കും. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഞാനൊരു കാര്യം, ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഞാനൊരു കാര്യം പ്രവചിക്കുകയാണ്. ഗോപകുമാർ സാർ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഞാനൊരു എളിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയാൻ പോവുകയാണ്, കോൺഗ്രസിൻ്റെ കാലം കഴിയാൻ പോവുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അഥവാ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയും ഗാന്ധി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ പാരമ്പര്യവും ഇന്ത്യയിൽ ഇല്ലാതാവാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.